എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം സബ് ജില്ലാ തലത്തിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ? ഉത്തരം ചൈനയിലെ ഹാങ്ചൗ. 2027 14ാമത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ. ഉത്തരം ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രയ്ക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം പുസ്തകത്തോണി. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്ക്. നക്ഷത്ര സഭ എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചുപിടിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓറൻ നോൾസൺ. 24 മണിക്കൂറിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയത് ആരാണ്? ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം പീലിക്കോട്. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഉത്തരം ശ്രീലങ്ക. നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കാമ്യ കാർത്തികേയൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ചിലി. ജൂണിൽ ഉദ്ഘാടനം ചെയ്ത സമഗ്രയുടെ പുതിയ പോർട്ടൽ? ഉത്തരം സമഗ്ര പ്ലസ്. ലോക ഹീമോഫീലിയ ദിനം? ഉത്തരം ഏപ്രിൽ 17. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നീമോയിൽ ആദ്യമായി എത്തിയ സഞ്ചാരി ആരാണ്? ഉത്തരം ക്രിസ് ബ്രൗൺ. സമാധാന നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം? ഉത്തരം ദ ഫ്രീഡം തിയേറ്റർ. പാട്രിയറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ഉത്തരം അലക്സി നവൽനി. ആരുടെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്? ഉത്തരം ഫാലി എസ് നരിമാൻ.
ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ ആരാണ്? ഉത്തരം ഹിഷാം അബ്ദുൽ വഹാബ്. 18ാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓം ബിർള. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 2024 ജൂലൈ 1. 2024 70ാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ആരാണ്? ഉത്തരം മോഹൻലാൽ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത്? ഉത്തരം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത്? ഉത്തരം ജസ്റ്റിസ് നിതിൻ ചെംതാർ. 2024 ജൂണിൽ അന്തരിച്ച TK ചാത്തുണ്ണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? ഉത്തരം അനാമിക രാജീവ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം ആൽബർട്ട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്? ഉത്തരം R. ശ്യാം കൃഷ്ണൻ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം ഫ്രൈജസ് എന്ന പക്ഷി. അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. 2024 യൂറോ കപ്പിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗോളാഘോഷമായിരുന്നു പിൻകോഡ് ആഘോഷം. ഏത് കളിക്കാരനുമായി ബന്ധപ്പെട്ടതാണിത്? ഉത്തരം ലാമിൻ യമാൽ. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഗംഗ. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്? ഉത്തരം E-Cube. ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി? ഉത്തരം സ്പേസ് ഓൺ വീൽസ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ്? ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ലാലൂർ.
2024 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഉത്തരം ഇന്ത്യ. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ഏതാണ്? ഉത്തരം ദുബായ്.